ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ഫാദിൽ ബിൻ ബുഹാരി. ഹായ്, ഞാൻ ഋതുകൃഷ്ണ. ഹായ്, എൻ്റെ പേര് ആകാശ് ദേവൻ. ഇപ്പോൾ എല്ലാവരും നീറ്റൊക്കെ കഴിഞ്ഞ് ടെൻഷനൊക്കെ ഒഴിവായി സമാധാനമായിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയും ഇപ്പോൾ നമ്മളിപ്പോൾ ഓവറോള് നീറ്റ് നോക്കുകയാണെങ്കിൽ ജനറലി നമുക്കിപ്പോൾ തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു സിമ്പിളായ പോലെയാണ് ജനറലി അധികം ആളുകൾക്കും തോന്നുന്നത്. പിന്നെ ബയോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബയോളജീൻ്റെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര എസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാച്ച് ദ ഫോളോയിങ്ങിലായിരുന്നു അവർ കുറേ ക്വസ്റ്റ്യൻസ് ഇതാക്കിയത്. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നോർമലി എളുപ്പമായിരുന്നു. ഫിസിക്സ് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിയും അത്യാവശ്യം ടഫായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇന്നലെയും കൂടി കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ചിന്തിക്കാനുണ്ട് എന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ് തോന്നുന്നത്. ഇനി എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ആസ് ഫ്രം മൈ സൈഡ് ഇറ്റ്സ് a bit more difficult than last year. പിന്നെ ബയോളജി കൂടുതലും മാച്ച് ദ ഫോളോയിങ് അതന്നെ ഒറ്റൊന്ന് കിട്ടിയാൽ ബാക്കിയെല്ലാം കിട്ടും. പിന്നെന്താ ടൈം ഇത്തിരി കൂടി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബയോളജിക്ക്. മാച്ച് ദ ഫോളോയിങ് ബയോളജി അധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ബയോളജി വായിക്കുമ്പോൾ ഈ വർഷം ബയോളജി യൂസ് ചെയ്തത് ടൈം ഒഴിവാക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ഉപയോഗിച്ച് മാച്ച് ദ ഫോളോയിങ് വഴി ടൈം കൂടുതൽ ബയോളജിയിൽ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി കുട്ടികളെ ട്രബിൾ ആക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഈ വർഷം ഉപയോഗിച്ചത്. പിന്നെ ഇത്തിരി ഔട്ടും ഉണ്ടായിരുന്നു ബയോളജിയിൽ, പക്ഷേ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല. പിന്നെ സെക്ഷൻ ബിയിലും ഇത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷനുള്ള ടൈപ്പ് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് ഏത് 10 ചോദ്യം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ലോണം ഉണ്ടായിന്. കാരണം ഏതാ നമുക്ക് കൂടുതൽ അറിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഓവറോൾ ഇറ്റ്സ് ഓക്കെ. കെമിസ്ട്രി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ഇത്തിരി കൂടി എളുപ്പമായിട്ടല്ല തോന്നണേ. കൺഫ്യൂഷൻ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ വരുന്ന നേരത്തെ ജസ്റ്റ് സിമ്പിൾ സാധനങ്ങളൊക്കെ ചോദിച്ച പോലെ തോന്നി. നമ്മൾ കുറെ എക്സാമിൽ എഴുതി അതേ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് സെയിം ആ പാറ്റേണിൽ കുറെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി. കെമിസ്ട്രി പിന്നെ ഇക്കൊല്ലം പുതിയതായിട്ട് ആഡ് ചെയ്ത ആ സിലബസിലുള്ള ഏകദേശം എല്ലാ പോയിന്റ്സും ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അനാലിറ്റിക്കൽ കെമിസ്ട്രി ആയാലും എല്ലാത്തിലും ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പക്ഷെ അത് പഠിച്ച ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ. ബയോളജി ഫാമിലി ചോദിച്ചിട്ടും ഇല്ല. ഫാമിലി കഷ്ടപ്പെട്ടിരുന്ന വായിച്ച ആൾക്കാർക്ക് നല്ല ഡെസ്പ് ആയിരിക്കും. പക്ഷേ കെമിസ്ട്രി ആണെങ്കിൽ അവരൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സെക്ഷൻ ബിയിലായിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കലിൽ വന്ന 2 ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമുക്കൊരു ചാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. ഇപ്പം ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ടൈം ഇത്തിരി കൂടി എടുത്തിട്ട് ന്യൂമറിക്കൽ ബേസ്ഡ് ആയിരുന്നു ഇത്തിരി കൂടി പേപ്പർ ഉണ്ടായ. കൺസെപ്റ്റിന് ഓർമ്മ ഇത്തിരി കൂടി ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കലിൽ നമുക്ക് എത്ര സ്കില്ലുണ്ട് എന്ന് തോന്നിക്കുന്ന എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ബി ഒക്കെ പിന്നെ ഫിസിക്സ് കുറച്ച് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ 15 ഏത് 10 സെലക്ട് ചെയ്യണോ അത് കുറച്ച് ഒരു ഡിഫിക്കൽറ്റി അവിടെ വരുന്നുണ്ടായിരുന്നു. കാരണം കുറച്ചുകൂടി കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ചൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു ഫിസിക്സ് സെക്ഷൻ ബി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ലിറ്റിൽ ബിറ്റ് ഹയർ ലെവലിലേക്ക് കയറിയ പോലെ തോന്നിക്കുന്നു ഫിസിക്സ്. ഇക്വേഷൻ മാത്രം പഠിച്ച ഒരാൾക്ക് ഫിസിക്സ് ഫുള്ള് ശരിയാവണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം നല്ല കൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിന്. തിയറി ആയിട്ടുള്ള കൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇക്വേഷനും കൺസെപ്റ്റും കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഫിസിക്സ് ആണ് ഇക്കൊല്ലം എന്തായാലും റാങ്ക് ഡിസൈഡിങ് ആയിട്ട് ഉണ്ടാകുന്നത് എന്തായാലും ഫിസിക്സ് തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നത്. കെമിസ്ട്രി എനിക്ക് കുറച്ച് മോഡറേറ്റ്, അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി എനിക്ക് ഫിസിക്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ ചലഞ്ച് ചെയ്തത് ഫിസിക്സ് തന്നെയാണ്. ഇപ്പം നടന്ന ഈ ലാസ്റ്റത്തെ ക്രാഷ് കോഴ്സ്, പിന്നെ മാരത്തോണ്, അതിൻ്റെ കൂടെ ഉണ്ടായ റേസ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബയോളജി ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും തന്നെ പറയാം. ഞാൻ ഈ ഒരു 10-12 ദിവസത്തിൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു 90% എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ ഒരു കോൺഫിഡൻസ് നല്ലോണം ഉണ്ടായിന്. ലാസ്റ്റ് റേസിൽ നടത്തിയ എക്സാമിൽ ലാസ്റ്റ് 1 വീക്കിൽ അത് ഭയങ്കര സിമ്പിളായിട്ടാണ് എക്സാം നടത്തിയത്. അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെയൊന്നും അല്ല സിമ്പിൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് സിമ്പിൾ ഭയങ്കര എക്സാം നടത്തുമ്പോൾ വിചാരിക്കും എന്തിനാ അത്ര സിമ്പിളായിട്ട് നടത്തും, നീറ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ നടത്തി നമ്മളെ ജസ്റ്റ് കോൺഫിഡൻസ് കൂട്ടിയോണ്ട് ആ ഒരു കോൺഫിഡൻസ് കൂട്ടി എന്ന് വിചാരിച്ച് നീറ്റ് അങ്ങനെ സിമ്പിൾ ആയിക്കോളുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഭയങ്കര ഉണ്ടായിരുന്നു. പക്ഷേ നീറ്റിന്റെ പേപ്പർ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് വീക്കിലെ റേസിൽ എങ്ങനെയാണോ എക്സാം നടന്നത് അതുപോലെ തന്നെയാണ് നീറ്റിന്റെ ഈ ഒരു പേപ്പർ
തോന്നുന്നത്. മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ പറയാനുള്ളത്. എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് റൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡെയിലി മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിനോട് കൂടുതൽ ഫെമിലറൈസ് ചെയ്യാനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പേടി ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആ ടൈം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണമെന്നും ബയോളജിയിലാണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് സമയം പോകും അതൊക്കെ നമ്മൾ ഓരോരോ എക്സാമിന് മനസ്സിലാക്കിയോണ്ട് തന്നെ ഫൈനൽ എക്സാം ആയപ്പോൾ ഇത്തിരി കൂടി കൂളായിട്ട് എഴുതാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സിമിലർ പാറ്റേൺ, അതായത് ഒരേ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത് അതൊക്കെ സെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും മേലെ എത്തിക്കുന്നത് പ്രാക്ടീസ് മാത്രമാണ്. പ്രാക്ടീസ് ഇല്ലാണ്ട് ആർക്കും ഈ ഒരു എക്സാം കടക്കും തോന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളെ മാർക്കിനെ വെച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് വേറൊരാളെ മാർക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ റേസ് നല്ലോണം സപ്പോർട്ട് ചെയ്തിന്. കാരണം നമുക്ക് ഓരോ എക്സാമിനും ചിലപ്പോൾ മാർക്ക് കുറയും, പക്ഷെ ചിലപ്പോൾ മാർക്ക് കൂടും. അപ്പോൾ എല്ലാ ടൈമിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പം എല്ലാം ഈസി ആണെന്നല്ല, ചില പേപ്പേഴ്സ് ഭയങ്കര ഹാർഡായിരിക്കും, നമ്മളെ മാർക്സ് ഭയങ്കര കുറയും. പക്ഷെ അതിലൊന്നും ഡെസ്പൈറ്റ് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഏറ്റവും വലിയ എനിമി നമ്മൾ തന്നെ ആവണം. എന്നിട്ട് നമ്മളെ തന്നെ ഓവർകം ചെയ്യണം. അല്ലാണ്ട് നമ്മളൊരിക്കലും നമ്മളെ എബിലിറ്റി വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇനി വരാനുള്ള ആളുകളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ചില ആളുകൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവും ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ മിസ്സാക്കി അതിന് പകരം തിയറി പഠിക്കുക. എന്നിട്ട് കാരണം ആ മോക്ക് ടെസ്റ്റ് വഴി നഷ്ടപ്പെടുന്ന ഒരു 3 മണിക്കൂർ നമുക്ക് തിയറി പഠിച്ച് അങ്ങനെ കവർ ചെയ്ത് എക്സാമിന് നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകാമെന്നൊക്കെ ചിന്ത ഉണ്ടാവും. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളൊരു പക്ഷേ നീറ്റിന് എക്സാമിന് പോകുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് ഈ നീറ്റ് നമ്മളിങ്ങനെ എല്ലാ വർഷത്തും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരില്ലേ, ജസ്റ്റ് മോഡറേറ്റ് സിമ്പിൾ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ. പക്ഷേ അധികമാർക്കും നീറ്റ് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, നമുക്ക് ആ ഒരു ടെൻഷന്, ആ ഒരു ഓരോ പേടി, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആണ്. അതൊക്കെ നമുക്ക് എക്സാം എഴുതി മാത്രമേ ഒഴിവാവുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കുക അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഈ ലാസ്റ്റ് സമയത്ത് ചില ആളുകളുടെ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒഴിവാക്കുക. അതുകൊണ്ട് ഇനി വരുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് മാറരുത്. മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവിഷനേക്കാൾ കൂടുതൽ മോക്ക് ടെസ്റ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത നേരം നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ ബാക്കിയുണ്ടാവും. പക്ഷെ നീറ്റിന് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ടൈം ബാക്കി ഉണ്ടാവുകയില്ല. കാരണം ഇന്ന് ഞാൻ എഴുതിയ എക്സാമിൽ ഞാൻ 5:19 എൻ്റെ ലാസ്റ്റത്തെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തീർക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സാധാരണ 1 മണിക്കൂറോളം ടൈം ബാക്കി ഉണ്ടാവലുണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ലോണം എഴുതുന്നുണ്ട്, ഇനി മതി മോക്ക് ടെസ്റ്റ് എഴുതിയത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നീറ്റിൻ്റെ തലേന്ന് വരെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതണം. അറ്റ്ലീസ്റ്റ് അന്ന് രാവിലെ ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ ബെറ്റർ ആക്കും. അതന്നെ എപ്പോഴും പറയുന്ന പോലെ ഇനി വരാനുള്ളവരോടും പറയാനുള്ള പ്രാക്ടീസ് അത് തന്നെയാണ്. എപ്പോഴും നമ്മളെ കോൺഫിഡൻസ് എപ്പോഴും ബിൽഡ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഒരിക്കലും നീറ്റിന് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നമ്മൾ കണ്ട് പരിചയമുള്ള ഒരേ പാറ്റേണിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനിയും വരാൻ പോവുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നീറ്റ് എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് പറ്റുന്ന അത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പോൾ അതിൽ നമുക്ക് ഓരോരോ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ എന്തൊക്കെ മാറ്റണം എന്ന് നമുക്ക് അതിൽ മനസ്സിലാവും. ഇപ്പം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും കുറേ സമയം ബാക്കി ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഇനി റേസിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ 1 മണിക്കൂറോളം എനിക്കും ബാക്കി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് എനിക്കും ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഡൻസി വെച്ചിട്ട് നമ്മൾ ഇനി എഴുതണ്ട, ആ സമയത്ത് തിയറി പഠിക്കുക, അതിൽ കാര്യമില്ല. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നീറ്റിൻ്റെ ഒരാഴ്ച മുന്നേ റേസ് ഒരു നീറ്റ് വേവ് പറഞ്ഞ എക്സാം നടത്തിയിരുന്നു. അപ്പോൾ ആ എക്സാമിലൂടെ ഞങ്ങൾക്ക് നീറ്റ് എങ്ങനെയായിരിക്കും അടുത്ത ആഴ്ച ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അതിലൂടെ കിട്ടി. അതെ, നമ്മൾ കയറുന്ന പോലെയും ഓരോരോ പ്രൊസീജിയേഴ്സും നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ കയറി ഇരിക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമ്മൾ അത്ര സറൗണ്ടിങ്സിൽ എഴുതുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നീറ്റും ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിലും കെമിസ്ട്രിയും ബയോളജിയും നമുക്ക് നോക്കുകയാണെങ്കിൽ അതേ പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിസിക്സിലും കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്.
എന്നപ്പം ഇനിയുള്ള കുട്ടികളോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ എക്സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ എക്സാം സ്കിപ്പ് ചെയ്യാതെ അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ നിങ്ങളും അനുഭവിക്കണം എക്സാമിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി കോൺഫിഡൻ്റ് ആവാൻ പറ്റും. എൻ്റെ ഇതുവരെ ഉണ്ടായ എല്ലാ ചലഞ്ചസിലും ഇപ്പം പഠിക്കുന്നത് മാത്രമല്ല, പേഴ്സണൽ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നല്ല ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടുത്തെ ഡയറക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫും ക്ലാസ് ടീച്ചേഴ്സും പിന്നെ നമ്മളെ ട്യൂട്ടേഴ്സ് ആയാലും പഠിപ്പിക്കുന്ന സാർമാരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെ ഡൗട്ട് മാത്രമല്ല, നമുക്കിപ്പോൾ മെൻ്റലി ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈമിലും ആണെങ്കിലും ഇവരെ റീച്ച് ചെയ്യുക, ഇവർ ഏത് ടൈമിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവർ ഇങ്ങോട്ട് ചോദിക്കൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിളിച്ചിട്ട് ചോദിക്കൂ. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ ആണോ. കാരണം അത്രയും സപ്പോർട്ടീവാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. ആൻഡ് ഇവിടുത്തെ എല്ലാവരോടും ഭയങ്കര താങ്ക് യു. എല്ലാവരോടും ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. പിന്നെ റൈസിലെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈസിലെ മെറ്റീരിയൽസ് പക്ക നീറ്റ് ബേസ്ഡ്, അല്ലെങ്കിൽ നമുക്ക് നീറ്റ് നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും കുറച്ചുകൂടി ഇങ്ങനെ പുറത്തെ ബുക്ക് ചെയ്യുക, അപ്പോൾ അതിലൂടെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും, അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നീറ്റിലെ ആ ഒരു പ്രീവിയസ് പേപ്പേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലായി റൈസിൽ ഉണ്ടാക്കിയ മെറ്റീരിയൽസിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നീറ്റിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ റൈസിലെ മെറ്റീരിയൽസ് എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യുക. ആ മെറ്റീരിയൽസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നീറ്റിൽ നല്ല സ്കോർ നേടാൻ പറ്റുന്നതായിരിക്കും. നീറ്റ് മാത്രമല്ല, ഇപ്പോൾ JEE ആയിക്കഴിഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല അത്ര പെർസെൻറ്റേജ് കിട്ടുന്നൊന്നും. ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ഫിസിക്സും കെമിസ്ട്രിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നീറ്റിന് മാത്രമല്ല നമ്മൾക്ക് കിട്ടുന്ന നീറ്റിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് JEEക്ക് വേണ്ടിയിട്ട് വരെ പഠിക്കാൻ പറ്റുന്ന അത്ര നല്ല സ്റ്റാൻഡേർഡുള്ള ബുക്സാണ് ഇവിടുന്ന് നമുക്ക് പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി ഉള്ള കുട്ടികളോടും നമ്മൾ പുറത്തുനിന്നൊരു ബുക്ക് എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് റൈസ് തരുന്ന ബുക്ക് എപ്പോഴും ഫോളോ ചെയ്യണം. അതിപ്പോൾ ഹോം അസൈൻമെൻ്റ് ആയിക്കോട്ടെ, മെൻറ്റർ ആയിക്കോട്ടെ, എല്ലാ ബുക്കും അത് നമ്മൾ എപ്പോഴും ചെയ്തിട്ട് അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് അതിൽ തന്നെ നമുക്ക് മതി. നീറ്റിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം പറയാനുള്ള റൈസിൻ്റെ സപ്പോർട്ട് പറയാനാണെങ്കിൽ അത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ അവസാനമായപ്പോൾ എനിക്ക് നല്ല ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഏകദേശം എല്ലാ ദിവസവും ജെസ്സിയ മിസ് വിളിക്കുമായിരുന്നു, ഓരോന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടും ഇതാക്കിയിട്ടും. അപ്പം ആ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ജെസ്സിയ മിസ് ആയിക്കോട്ടെ, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അപ്പം ഇപ്പം ഇനി നീറ്റ് എഴുതി എല്ലാവരോടും കൺഗ്രാറ്റുലേഷൻ പറയുന്നു. എല്ലാവരും അവരവരുടെ നീറ്റ് നല്ലോണം എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും റിസൾട്ട് വരാൻ വേണ്ടി കാത്തുക.